നമസ്കാരം. ഇറാനിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള അന്ത്യശാസന സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന കർശന ഉപാധിയോടെയാണ് ഈ വെടിനിർത്തലെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതൊരു ഇരുപക്ഷ വെടിനിർത്തലായിരിക്കുമെന്നാണ് ട്രംപ് വിശദമാക്കുന്നത്. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. ഇറാനുമായി ഒരു ദീർഘകാല സമാധാന കരാർ ചർച്ചകളിൽ നല്ല പുരോഗതിയെന്നും ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായതായി ട്രംപ് പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി നടത്തിയ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനെതിരായ സൈനിക നീക്കത്തിനുള്ള സമയപരിധി 2 ആഴ്ചത്തേക്ക് നീട്ടണമെന്ന് നേരത്തെ ട്രംപിനോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് 2 ആഴ്ചത്തേക്ക് തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം ഇറാനോടും ആവശ്യപ്പെട്ടു. നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളും 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇറാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നിരുന്നു. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇറാനിൽ നിന്ന് രാത്രി 8 മണിക്ക്, അതായത് അമേരിക്കയിലെ പ്രാദേശിക സമയം അനുസരിച്ച് അതിനു മുൻപ് പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതേ നിലയിലാണ് ഇറാൻ മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നും വാൻസ് ഭീഷണി മുഴക്കിയിരുന്നു. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ആവർത്തിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റും ചെയ്തത്. അതേസമയം ആശങ്കയോടെയാണ് ലോകം ഈ ഭീഷണികളെ കണ്ടത്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ഗതാഗത സംവിധാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന യാത്രാ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ് പുതിയ ആക്രമണ പരമ്പര ഉണ്ടായത്. കാഷാനിലെ റെയിൽവേ പാലം, മഷാദിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ, തബ്രീസ് ടെഹ്റാൻ പാതയിലെ ഹൈവേ പാലം എന്നിവയുൾപ്പെടെ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. കൂടാതെ സജാൻ പ്രവിശ്യയിലെ ഒരു റെയിൽവേ പാലവും ഈ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ റെഡ് ലൈനുകൾ ലംഘിച്ചാൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ തിരിച്ചടി നൽകും. അത് അവരുടെ എണ്ണ വാതക ശേഖരം വർഷങ്ങളോളം ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ രംഗത്ത് വന്നിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയായിരുന്നു ഇറാൻ ഭീഷണി മുഴക്കിയത്. ഇതിനിടെ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് US കനത്ത ആക്രമണം നടത്തിയതായി ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അയൽ രാജ്യങ്ങളോടുള്ള സൗഹൃദം മുൻനിർത്തി ഇറാൻ ഇതുവരെ കാര്യമായ സംയമനം പാലിച്ചിട്ടുണ്ട്. പ്രതികാര ലക്ഷ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരം പരിഗണനകളൊന്നും തന്നെ നീക്കം ചെയ്തിട്ടുണ്ടെന്നും USന്റെ പ്രാദേശിക പങ്കാളികളെ അറിയിക്കുന്നതായും IRGC കൂട്ടിച്ചേർത്തു. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി പോവുകയായിരുന്നു. ഇതിനിടയ്ക്കാണിപ്പോൾ 2 ആഴ്ചത്തേക്ക് കൂടി ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൽക്കാലിക ആശ്വാസമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഹോർമൂസിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.